ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ 3 ഒഴിഞ്ഞ ബസുകൾ തുടർച്ചയായി പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ഇസ്രായേലിനുണ്ടായ നാണക്കേട് ചില്ലറയൊന്നുമല്ല. ഹമാസാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ ഇസ്രായേൽ തന്നെ ഒരുക്കിയ നാടകമായിരുന്നുവെന്നും മറ്റൊരു ആരോപണമുണ്ട്. എന്തായാലും നാണക്കേട് മറയ്ക്കാൻ പുതിയ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ. പലസ്തീനിലേക്ക് വീണ്ടും സേനയെ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ജൂഡിയയിലെയും സമരിയയിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ തീവ്രമായ നടപടിയെടുക്കാനാണ് പ്രധാനമന്ത്രി നെതന്യാഹു IDFനോട് ഉത്തരവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ നഗരങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോലീസിനോടും IDFനോടും ഉത്തരവിട്ടിട്ടുണ്ട്. ബാറ്റ്യാമിന്റെയും ഹോളോണിന്റെയും പ്രാന്തപ്രദേശങ്ങളിൽ 3 ഒഴിഞ്ഞ വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പോലീസ് ബസുകളിൽ നിന്ന് 2 ബോംബുകൾ കൂടി കണ്ടെത്തി നിർവീര്യമാക്കിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംഭവത്തെ കൂട്ട ബസ് ബോംബ് സ്ഫോടനങ്ങളുടെ ഒരു ശൃംഖല നടത്താനുള്ള ശ്രമമെന്നാണ് വിശേഷിപ്പിച്ചത്. ആക്രമണം പലസ്തീനിൽ നിന്നുള്ള ഭീകര സംഘടനയിൽ നിന്നായിരിക്കുമെന്ന് ടെല്ലവീവ് പോലീസ് മേധാവി ഹൈം സർഗറോഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ മാസം ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ IDF വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നീടിത് തുൽക്കറം അഭയാർത്ഥി ക്യാമ്പിലേക്ക് വ്യാപിപ്പിച്ചു. പോരാട്ടം മൂലം വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് 40,000 പലസ്തീനികളെ കുടിയിറക്കിയതായി UN അറിയിച്ചു. ഗാസയിലെ പോരാട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിന് 1 മാസത്തിന് ശേഷമാണ് സംഘർഷം രൂക്ഷമാകുന്നത്. ഇസ്രായേലി തടവുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി പലസ്തീൻ തീവ്രവാദി സംഘം ഡസൻ കണക്കിന് ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട്.